ഗുരുവായൂർ അമ്പലനടൻ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസും പൃഥ്വിരാജും ഒന്നിക്കുന്ന സന്തോഷ് ട്രോഫി എന്ന സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. F1 എന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ്. അതുപോലെ സിനിമ കേരളത്തിൽ 8 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് പൃഥ്വിരാജിൻ്റെ നോബഡി സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ. ചിത്രം ത്രില്ലർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണെങ്കിലും ഹേസ്റ്റ് എലമെൻസും സിനിമയിലുണ്ട്. ഫഹദ് ഫാസിൽ വടിവേലു ചിത്രമായ മാരീസൻ എന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നിവിൻ പോളി ഗിരീഷ് ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ സംഗീത് പ്രതാപിന് ഫുൾ ലെങ്ത് റോളായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ തുടങ്ങും. ആട് 3 സിനിമയിലേക്ക് വിനായകൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ പാലക്കാടാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. ജയസൂര്യയുടെ പാൻ ഇന്ത്യൻ ചിത്രമായ കത്തനാര് സിനിമയുടെ ചെറിയൊരു ഷെഡ്യൂളും കൂടി ബാക്കിയുണ്ട്. റോമിലും ഇറ്റലിയിലുമായിരിക്കും ഈ ഒരു ഷെഡ്യൂൾ ചിത്രീകരിക്കുന്നത്. ഇതേ ഷെഡ്യൂളിൽ തന്നെ ഒരു ക്യാമിയോ അപ്പിയറൻസും ഉണ്ട്. മലയാളത്തിലെ സീനിയർ ആക്ടറായിരിക്കും ഈ ഒരു ക്യാമിയോ ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സുരേഷ് ഗോപിയുടെ പേരുകളാണ് റൂമറായിട്ട് പ്രചരിക്കുന്നത്. നിലവിൽ നിവിൻ പോളിയുടെ സർവം മായ എന്ന സിനിമയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്കാണ്. മഴ കാരണമാണ് സിനിമയുടെ ടീം ബ്രേക്ക് എടുത്തിരിക്കുന്നത്. 10 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി സിനിമയ്ക്ക് പെൻഡിങ് ആണ്. സർവം മായ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് റാപ്പായാലുടൻ നിവിൻ പോളി ബെൻസ് സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടക്കും. 50 ദിവസത്തെ ഷൂട്ടിംഗാണ് ബെൻസ് സിനിമയ്ക്ക് വേണ്ടി നിവിൻ പോളി കോൾ ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. ബേബി ഗേൾ, ഡിയർ സ്റ്റുഡൻറ്റ് എന്നീ ചിത്രങ്ങളാണ് റിലീസിന് ഒരുങ്ങുന്ന നിവിൻ പോളി ചിത്രങ്ങൾ. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.